ഒരു കാര്യം വ്യക്തമാക്കുക, ഇവിടെ കോൺഗ്രസിൻ്റേതായി ഏതെങ്കിലും വീടുകൾ പണിയാൻ ആരംഭിച്ചു എന്നുള്ളത് ഇതേവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അത് ഉണ്ടെങ്കിൽ അദ്ദേഹം പറയുന്നത് നല്ലതാണ്. കർണാടക സർക്കാർ മാത്രമല്ല, നിരവധി സംസ്ഥാന സർക്കാരുകൾ, തമിഴ്നാട്, ആന്ധ്ര, അങ്ങനെയുള്ള വിവിധ സർക്കാരുകൾ നമുക്ക് ഫണ്ട് നൽകിയിട്ടുണ്ട്. അത് അവിടെയുള്ള പുനരധിവാസത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ളതാണ്. അതെല്ലാം സംസ്ഥാന സർക്കാരുകൾ ചെയ്യുന്നതാണ്. അതിലേതെങ്കിലും ഒരു സർക്കാർ കോൺഗ്രസ് നേതൃത്വത്തിലുള്ളതാണ് എന്നുള്ളത് കൊണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ ഫണ്ടായിട്ട് അതിനെ കണക്കാക്കാൻ പറ്റില്ല. അത് സംസ്ഥാനം തരുന്ന ഫണ്ടായിട്ട് മാത്രമേ കണക്കാക്കാൻ പറ്റൂ. ഏതായാലും ഇവിടെ കോൺഗ്രസ് പ്രഖ്യാപിച്ച വീടുകളുമായി ബന്ധപ്പെട്ട് ഒരു വീടും ഇതേവരെ പണി ആരംഭിച്ചതായി കണ്ടിട്ടില്ല. യൂത്ത് കോൺഗ്രസും ഉടനെ പ്രാവർത്തികമാക്കുമെന്ന് പറഞ്ഞിരുന്നു, അതും ഇതേവരെ കണ്ടിട്ടില്ല. അതേസമയം മറ്റൊരു യുവജന സംഘടനയായ DYFI അവർ 100 വീട് പൂർത്തിയാക്കാനുള്ള പണം നേരത്തെ തന്നെ സർക്കാരിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ പരസ്യമായി പറഞ്ഞ കാര്യങ്ങളാണ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ഘട്ടത്തിൽ കാണാം. അതാ അല്ല നമുക്ക് എല്ലാ കാര്യങ്ങളും അടുത്ത തവണ എടുക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.